ഹലോ, എല്ലാവർക്കും എന്തുണ്ട് വിശേഷം? സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് മെയ് 20ാണ്. എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ മെയ് 19. 40 വയസ്സ് തുടങ്ങുമായിരുന്നു ചെയ്ത്. അപ്പം ഞാനൊന്നും ആഘോഷിച്ചില്ല. അപ്പം ഞാൻ സാധാരണ ബർത്ത്ഡേയുടെ ദിവസം പറ്റുവാണെങ്കിൽ ഞാൻ അമ്പലത്തിൽ പോകുന്നതാണ്. ഞാൻ ആക്ച്വലി പ്ലാനൊക്കെ ചെയ്തു അമ്പലത്തിലൊക്കെ പോകാനായിട്ട്. പിന്നെ ഇവിടുത്തെ വെതർ ഭയങ്കര ബാഡായിരുന്നു. എൻ്റെ കൂട്ടത്തിൽ പോരാന്ന് പറഞ്ഞവർക്കും വയ്യാതായിരുന്നു. അപ്പം ഞാൻ അമ്പലത്തിൽ പോയില്ല. പിന്നെ ഈ കൊറോണയൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ടും കൂടി വരുവാണല്ലോ ഇന്നത്തെ സിറ്റുവേഷൻ. അപ്പം ഇന്ത്യൻ കൊറോണ ലണ്ടൻ ഭാഗത്തൊക്കെ പല കൗണ്ടി ഏരിയാസിനും ഭയങ്കര ഇന്ത്യൻ വേരിയൻ്റ് കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പം വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. എനിക്ക് ഓൾറെഡി കോവിഡ് വന്നതാണ്, 2 വാക്സിനും എടുത്തതാണ്. ബട്ട് എന്നാലും വേണ്ടാന്ന് വിചാരിച്ചു പോയില്ല. പിന്നെ നമുക്ക് വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കേണ്ട പ്രാർത്ഥനകളാണെങ്കിൽ കേൾക്കും. അതുകൊണ്ട് പിന്നെ ഞാൻ ഓർത്തു എല്ലാ സാഹചര്യങ്ങളൊക്കെ ശരിയായി കഴിയുമ്പോൾ പോകാമെന്ന് വിചാരിച്ച് പോയില്ല. എനിക്ക് കാണാൻ ഒത്തിരി ആഗ്രഹമുള്ളൊരു ടെമ്പിളായിരുന്നു. അപ്പം നിങ്ങളെയും കൂടെ കാണിക്കാം എന്നൊക്കെ ഞാൻ വിചാരിച്ചു, പക്ഷെ നടന്നില്ല. പിന്നെ ഞാനാണെങ്കിൽ ആകെ ഒരു ലോ മൂഡിലാണ്. അപ്പം ഞാൻ ഓർത്തു അമ്പലത്തിലൊക്കെ പോയി ഒന്ന് ഒരിച്ചിരി പോസിറ്റിവിറ്റിയൊക്കെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ കുറച്ച് ഈ വർക്കിൽ ഭയങ്കര സ്ട്രെസ്സും ഭയങ്കര പണിയാണ്. അത് കാരണമാണെങ്കിൽ ശരീരം അങ്ങോട്ട് തളർന്ന് പോവുക. അപ്പം കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം എൻ്റെ ബർത്ത്ഡേ കാര്യമൊക്കെ അപ്പം ഇന്നലെ ഒന്നും ചെയ്തില്ല. ഞാനൊരു വിധത്തിൽ ഒരു ചോറും കറിയെന്ന് പറഞ്ഞാൽ ഒരു ചിക്കൻ കറി, ഒരു മെഴുക്കുരട്ടിയും വെച്ചു. അല്ലാതെ ഒന്നും ചെയ്തില്ല. എല്ലാവരും ചോദിച്ചു പായസം ഉണ്ടാക്കിയോ, കേക്ക് കട്ട് ചെയ്തോ എന്നൊക്കെ ചോദിച്ചു. ഒന്നും ചെയ്തില്ല. പക്ഷേ ഞാൻ കേക്കൊക്കെ ഞാനിതുവരെ ഒന്നും കേക്കൊന്നും കട്ട് ചെയ്തിട്ടില്ല. ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹിന്ദു സമാജത്തിൽ നിന്ന് ഞാൻ മേടിച്ചതല്ല, ഹിന്ദു സമാജത്തിൽ നിന്ന് നമ്മുടെ വീട്ടിൽ ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് നമ്മുടെ വീട്ടിൽ ഭജനയാണ് വെക്കുന്നത്. അപ്പം അങ്ങനെ ഭജന വെച്ചപ്പോൾ ഹിന്ദു സമാജത്തിൽ നിന്ന് ഒരു പ്രാവശ്യം ഒരു കേക്ക് മേടിച്ചോണ്ട് വന്നു. അങ്ങനെ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ കേക്ക് കട്ട് ചെയ്തു ബർത്ത്ഡേക്ക്. സാധാരണ ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് അമ്മ, ഞാൻ ഓർക്കുന്നുണ്ട്, പ്യാരി മുട്ടായി അല്ലെങ്കിൽ എക്ലെയറിൻ്റെ ഒരു പാക്കറ്റ് ഇങ്ങനെ മേടിക്കാൻ കിട്ടും. അത് മേടിക്കും. രാവിലെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കോഴ നരസിംഹസ്വാമി ക്ഷേത്രം മുല്ലപ്പള്ളിക്കാവിലും പോയി രാവിലെ പോയി പ്രാർത്ഥിച്ചിട്ട് വരും. അവിടെ എന്തെങ്കിലും പായസത്തിന് കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് മേടിച്ചുകൊണ്ട് വന്നിട്ട് അയൽവക്കത്തുള്ളവർക്കും ഈ മുട്ടായും അയൽവക്കത്തുള്ളവർക്കും പായസവും മുട്ടായും കൂടെ കൊടുക്കും. അതായിരുന്നു ഞങ്ങളുടെ ബർത്ത്ഡേ ആഘോഷം. അല്ലാതെ വേറെ ഒന്നും എൻ്റെ ഓർമ്മയില്ല. ഞങ്ങൾ ചെയ്തിട്ടില്ല. അതൊക്കെ കഴിഞ്ഞ് കുറേ മോഡേൺ ആയപ്പോഴല്ലേ ആൾക്കാർ കേക്കും പിന്നെ സാമ്പത്തികമുള്ളവരൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ. ഞങ്ങൾ ചെയ്തിട്ടില്ല. അപ്പം എൻ്റെ പണ്ടേ മുതലുള്ളൊരു ആഗ്രഹമായിരുന്നു, എനിക്ക് 40 വയസ്സാകുമ്പോൾ എൻ്റെ ബർത്ത്ഡേ എനിക്ക് സെലിബ്രേറ്റ് ചെയ്യണം. ആക്ച്വലി മെയ് 19 ഇന്നലെ തന്നെ എനിക്ക് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ എന്താണ് സെലിബ്രേറ്റ് ചെയ്യാതിരുന്നതെന്ന് പറഞ്ഞാൽ, മോന് സ്കൂളുണ്ട്. പിന്നെ വീക്ക് ഡേയ്സാണ്, മൺഡേ ടു ഫ്രൈഡേ മിക്കവരും ജോലിയായിരിക്കും. പിന്നെ വന്നാൽ തന്നെ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് എന്നാ പറയുന്നത്, പോകാൻ എല്ലാവരും ഹറിബറിയായിട്ട് പോകാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുന്നവരായിരിക്കും. അപ്പം ഇതൊന്നും നടക്കില്ലല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ പാർട്ടി സാറ്റർഡേയിലേക്ക് മാറ്റി. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആയിട്ട് ഞാൻ വരാം. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. അപ്പം എടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ എടുത്തിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പം എന്താ പറയുക, പിന്നെ ബർത്ത്ഡേക്ക് ഞാൻ എന്തോ ചെയ്തു എന്ന് പറയാം. ഇപ്പം ശരിയും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പകുതി വരെയായി. ഇപ്പം ഞാൻ ഒരു കണക്ക് പറയാം, 80 വയസ്സ് വരെയാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. 40 വയസ്സായി, 40 വയസ്സിൻ്റെ പകുതിയായി. ഇനി നമ്മൾ എത്ര നാൾ ജീവിച്ചിരിക്കുമെന്ന് നമുക്കറിയില്ല. നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങളും കഴിക്കാൻ ഇഷ്ടമുള്ള ഭക്ഷണവും യാത്ര ചെയ്യാൻ, കാണാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളും പോയി കാണുക. നമ്മുടെ ജീവിതം നമ്മളാണ് ജീവിച്ചു തീർക്കേണ്ടത്, മറ്റുള്ളവരുടെ ഇതല്ല. പക്ഷേ നമ്മൾ ചെയ്യുന്നതെല്ലാം സത്യസന്ധമായിരിക്കണം, നീതി ആയിട്ട് ചെയ്യണം. അതുപോലെ ആർക്കും ഉപദ്രവം ഉണ്ടാകാത്ത രീതിയിൽ നമ്മൾ ചെയ്യുക, അത്രയേ ഉള്ളൂ. അങ്ങനെയാണ് തീരുമാനിച്ചേക്കുന്നത്. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ, എനിക്ക് വയ്യായിരുന്നു. എന്നാലും ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നീ പോയി മുടി വെട്ടിക്കോളാൻ. അപ്പോൾ ഞാൻ പോയി മുടി വെട്ടി. പൈസയൊക്കെ എൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് കേട്ടോ എടുത്തത്. എന്നാലും നമ്മൾ അറിയാമല്ലോ, നിങ്ങൾക്കറിയാമല്ലോ, എന്നെ കല്യാണം കഴിച്ചപ്പോൾ എൻ്റെ നീളമുള്ള മുടിയൊക്കെ കണ്ടാണ് കെട്ടിയെന്നാണ് പറയുന്നത്. അപ്പം പുള്ളിക്കാരന് ഇഷ്ടമില്ലായിരുന്നു ഞാൻ മുടി വെട്ടുന്നതൊന്നും.
അപ്പം പുള്ളി വെട്ടിക്കോളാൻ പറഞ്ഞാൽ ഞാൻ വെട്ടി. ഇനി കൊറോണയുടെ സിറ്റുവേഷനിൽ കുളിച്ചിട്ട് എല്ലാ ദിവസവും ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നിട്ട് തലമുടി കഴുകണം. അപ്പം ഉണങ്ങത്തില്ല. ഇപ്പോൾ 2 ദിവസം ചിലപ്പോൾ അടുപ്പിച്ച് ലോങ് ഡേ ആയിരിക്കും. അപ്പോൾ അതിന് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴത്തേനും 9-9:30 ആകും. അപ്പോൾ അത് കഴിഞ്ഞ് കുളിച്ച് കിടന്ന് പിന്നെ രാവിലെ എഴുന്നേറ്റ് പിന്നെ പോകുമ്പോഴത്തേനും തലമുടി ഉണങ്ങാറില്ല. ഇവിടെ ഭയങ്കര തണുപ്പല്ലേ. ഇപ്പോഴും ഈ സമ്മർ ആവുന്നിട്ട് ഒരു കാര്യമില്ല, ഭയങ്കര കാറ്റും മഴയൊക്കെയാണ്. അതുകൊണ്ടാണ് അത് വെട്ടിയത്. അതായത് ഫാഷൻ കളിച്ചതൊന്നും അല്ല കേട്ടോ. അപ്പം അതിനുവേണ്ടി വെട്ടി. പിന്നെ ഇത്രയും വർഷമായിട്ട് ഈ മുടി ഇങ്ങനെ നീട്ടി നടക്കുമായിരുന്നല്ലോ. പിന്നെ എൻ്റെ മുടി ഭയങ്കരമായിട്ട് ഉള്ളൊക്കെ പോയി തുടങ്ങി. ഉള്ളു പോയി തുടങ്ങിയ എൻ്റെ ഹെയർ കെയർ ചെയ്യാഞ്ഞിട്ടല്ല കേട്ടോ. എനിക്ക് PCOD എൻഡോമെട്രിയോസിസും ഉള്ളത് കൊണ്ട് മുടിയുടെ ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹെയർ തിന്നിങ് ആകും. അപ്പോൾ ഇങ്ങനെ പൊഴിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ വീട് മൊത്തം പൊഴിഞ്ഞ് പോകുകയെന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടാണ് ഞാൻ വെട്ടിയത്. അതാണ് വേറൊരു കാരണം. ഓക്കെ. പിന്നെ ഞാൻ ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ, ഞാനാണെങ്കിൽ ഒരു മസാജ് ഡ്രീം ട്രീ ഡീൽസ് ഇന്നലെ ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ്. പിന്നെ അതിനോട് എൻ്റെ അമ്മയുടെയൊക്കെ കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതിന് ഞാൻ പോയൊരു ബാക്ക് മസാജ്, ഫേഷ്യൽ, ഫുഡ് സ്പാ ഓർഡർ ചെയ്തു. പക്ഷേ ഞാൻ സാധാരണ പോകുന്ന മസാജ് സെൻറ്ററിൽ അപേക്ഷിച്ച് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഫേഷ്യൽ ചെയ്തെന്ന് തോന്നുന്നു, പക്ഷേ എന്നാലും അത് കംപ്ലീറ്റ് ആയെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം സാധാരണ ഞാൻ പോകുമ്പോൾ എല്ലായിടത്തും സ്റ്റീമൊക്കെ ചെയ്യുമായിരുന്നു അവർ. അതൊന്നും ചെയ്തിട്ടില്ല. മസാജും ഉള്ളി ബാക്ക് ആൻഡ് നെക്ക് ആൻഡ് ഷോൾഡറായിരുന്നു. എന്തോ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇത് മെഡിസ്പാ എന്നാണ്. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ സാധാരണ പോകുന്നതല്ല, ഞാൻ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ മെഡിസ്പായെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അതിനകത്ത് പറയാതിരുന്നതും കാണിക്കാതിരുന്നതും. പക്ഷേ ഡ്രീം ട്രീ ഡീൽസിൽ ഇവിടെ UK താമസിക്കുന്നവർ നോക്കിയാൽ നിങ്ങൾക്ക് വേറെ ഒത്തിരി ഓഫേഴ്സ് ഉണ്ട്. നിങ്ങളത് നോക്കുക. ഓക്കെ. അപ്പോൾ അതാണ് ഞാൻ വേറൊരു കാര്യം ചെയ്തത്, ബാക്ക് ആൻഡ് നെക്ക് ഷോൾഡർ മസാജ്. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടൊരു ദിവസം ഞാൻ സ്പെൻഡ് ചെയ്തു. ആക്ച്വലി ഇന്നലെയും എനിക്ക് വേണ്ടി നല്ലൊരു ദിവസം ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഓർത്തു ഒരു ചുരിദാറൊക്കെ പോയി മേടിക്കണം. നമ്മുടെ ഇന്ത്യൻ ഹോട്ടൽസ് ഉണ്ട് അമ്പലത്തിന് തൊട്ടടുത്ത്, അവിടെ പോയി ഭക്ഷണമൊക്കെ കഴിക്കണം, കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യണം, അമ്പലത്തിൽ പ്രാർത്ഥിക്കണം, അങ്ങനെ കുറേ പ്ലാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എപ്പോഴും നമ്മുടെ പ്ലാൻസ് ഒരേപോലെ വർക്ക് ചെയ്യണമെന്നില്ലല്ലോ. ഒരു മിനിറ്റ്. പിന്നെ എന്താണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, എൻ്റെ ഇടയ്ക്ക് ഒരു ഫോൺ കോൾ വന്നു. ഞങ്ങളുടെ ഫോൺ, എൻ്റെ ഫോണല്ല. അപ്പം പിന്നെ ഹസ്ബൻഡ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഞങ്ങളുടെ റോഡിൽ കിടന്ന് ഒരു ഫോൺ കിട്ടി. ആ പുള്ളി എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് ഇതൊക്കെ ഒരു വല്ലാത്തൊരു ഇതാണ് ഇവിടുത്തെ കാര്യം. നമ്മൾ ഫോൺ അൺലോക്ക് ചെയ്ത് വെക്കും, ലോക്ക് ചെയ്ത് വെക്കും. പിന്നെ നമുക്കൊന്ന് ആ ആളെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പിന്നെ ഭാഗ്യത്തിനൊരു ഫോട്ടോയുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എവിടെയാണ്, ആരാണ് ഈ ഇവിടെ നമ്മുടെ ഹോസ്പിറ്റൽ തൊട്ടടുത്താണ്. എന്തോരം ചിലപ്പോൾ രോഗികൾ വരും, സ്റ്റാഫുകൾ വരും, റിലേറ്റീവ്സ് വരും. ആരുടെ ഫോണാണ് നമുക്കൊരു ഐഡിയ ഇല്ല. ഞാനിവിടുത്തെ പോർട്സ്മൗത്ത് ന്യൂസിലൊക്കെ ഇട്ടിട്ടുണ്ട്, ഫോട്ടോയൊക്കെ കൊടുത്ത്. ഫോട്ടോ കൊടുത്തില്ല, മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ആരെങ്കിലും വരുവാണെങ്കിൽ ഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞ് പ്രൂഫോട് കൂടി. അപ്പം അതിനകത്തൊരു കോൾ വന്നു. അപ്പോൾ ഞാൻ ഓടിപ്പോയത്. കാരണം നമുക്ക് ഫോണിന് ആരാന്ന് ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു, കാരണം ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ടേ. അപ്പം ഞാൻ ഫോൺ ആൻസർ ചെയ്തു. അപ്പോഴത്തേനും പറഞ്ഞു, എന്നാ പറയുന്നത്, അതൊരു കെയർ ഏജൻസിയുടെ ഓഫീസറുടെ ഫോണാണ്. അപ്പം പുള്ളിക്കാരി, ഒരു മിനിറ്റ്, പിന്നെയും വരുന്നുണ്ട്. After 5:30. Okay. What was the screen, the photo for this phone? Do you know? Yes, that's right, because I don't want. Yeah. Yeah, that's. Okay, that's why I was thinking somebody will out, phoned in this number. Yeah, you're welcome. Bye. See you later. Bye. ഓക്കെ. പിന്നെയും കോൾ വന്നു. അതിൻ്റെ ഫോണിൻ്റെ ഓണർ വിളിച്ചിട്ടോ. അപ്പോൾ അവർ വന്ന്, അവർ ഡ്യൂട്ടിയിൽ നിന്ന് അവർ കെയർ ഹോം ഏജൻസിയാണെന്ന് തോന്നുന്നു. അപ്പോൾ അവർ 5:30 ആകുമ്പോഴത്തേനും വന്ന് ഫോൺ കളക്ട് ചെയ്തോളാമെന്ന് പറഞ്ഞു. ഓക്കെ. എങ്ങനെയാണ് പുള്ളിക്കാരി ഇവിടെ ഫോൺ ലോസ്റ്റ് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ബർത്ത്ഡേക്ക് കിട്ടിയൊരു ഗിഫ്റ്റാണ് ഈ പ്ലാന്റ്. താഴ്പ്പവും ഫ്ലവറും ഹെബിനും കൊണ്ട് തന്നതാണ്. ഞങ്ങൾ സപ്പോസ് ബി ടെമ്പിളിൽ പോകണ്ടായിരുന്നു, പക്ഷെ പോകാൻ പറ്റിയില്ല. നല്ല രസമുണ്ട്. ഇതിന് ഒരു മണമുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ ടാഗ് നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ വില മനസ്സിലാവുന്ന ഓർത്ത ഫ്ലവർ അത് എടുത്ത് കളഞ്ഞു. അപ്പോൾ ഇനിമേ താങ്ക് യു ഹെബിൻ ആൻഡ് ഫ്ലവർ. അപ്പം ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. എന്നു പറഞ്ഞാൽ, ഓക്കെ, ഫ്ലവർ നമ്മളടുത്തിരുന്നോട്ടെ. ഫ്ലവർ കൊണ്ട് തന്ന ഫ്ലവർ നമ്മളടുത്തിരിക്കട്ടെ. അപ്പം ഞാൻ വേറൊരു കാര്യം, ഇത് ആക്ച്വലി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടാണ്. അതെന്താണെന്ന് പറഞ്ഞാൽ,
ഞാൻ എൻ്റെ മോൻ്റെ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു മാർച്ചിൽ. എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഏപ്രിൽ. എൻ്റെ ബർത്ത്ഡേ മെയ് 19. ഓക്കെ. അപ്പം ഞാൻ മോൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലത്തിന് പുനഃപ്രതിഷ്ഠ നടക്കുമായിരുന്നു. അപ്പം അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ 100 വർഷം കൂടുമ്പോഴാണെന്ന് തോന്നുന്നു ഈ പുനഃപ്രതിഷ്ഠ അല്ലെങ്കിൽ പുനരുദ്ധാരണമൊക്കെ നടത്തുന്നത്, അല്ലേ? പുനരുദ്ധാരണമാണെന്ന് എനിക്ക് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. അപ്പം അവിടെ അതിന് ഉള്ള കുറച്ച് ഓട് മേടിച്ച് കൊടുക്കാമെന്ന് എന്നോട് ചോദിച്ചു. അപ്പം നമ്മളിവിടെ ഒത്തിരി കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ്. പിന്നെ ഞാൻ ചിലവാക്കുന്ന ഓരോ പൈസയും വാല്യുബിൾ ആകണം, അല്ലെങ്കിൽ വേസ്റ്റ് ആവരുതെന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പം ഞാൻ ഓർത്തു എനിക്ക് അമ്പലത്തിൽ പൈസയൊക്കെ ഇല്ലാതെ ബുദ്ധിമുട്ടുമല്ലേ. അപ്പം ആ ഓട് പണിത് കൊടുത്ത് ഇനി കുറേ ഓട് മേടിച്ച് കൊടുത്താൽ കുറേ നാളെ തന്നെ അവിടെ നിൽക്കും. അപ്പം ഞാൻ വലിയ പൈസയൊന്നുമില്ല, ഞാൻ കുറച്ച് പൈസ കൊടുത്തു. അപ്പം അതിന് ഓട് മേടിച്ച് കൊടുത്തു. പിന്നെ അതേ സമയം ഇവിടെ UK ഒരു ചാരിറ്റി ഉണ്ട്, അതിന് ഉള്ള പൈസയും കൊടുത്തു. അത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം ഇപ്പം. പിന്നെ അതുപോലെ മോൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ എന്താ പറയുക, മോൻ്റെ നാള് ചതയമാണ്, ശ്രീനാരായണ ഗുരുദേവൻ്റെ നാളാണ്. അപ്പം അമ്പലത്തിലെ SNDPയിൽ അന്നത്തെ ഫുള്ള് പൂജകൾ ചെയ്തു. പിന്നെ അന്ന് അന്നദാനവും നടത്തി. അന്നദാനം മഹാദാനം എന്നാണല്ലോ. അപ്പം അമ്പലത്തിൽ ആര് വന്നാലും അവർക്ക് ഭക്ഷണം കൊടുക്കാം. പക്ഷേ ഈ കൊറോണയുടെ കാലമായതുകൊണ്ട് അധികം പേരൊന്നും ഇല്ലായിരുന്നു. ബട്ട് നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ നമ്മളത് ചെയ്തു. എൻ്റെ ബർത്ത്ഡേക്കും ഞാനങ്ങനെ അമ്പലത്തിലൊക്കെ പൈസയൊക്കെ കൊടുക്കണമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ ഒരു കാര്യം എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. എന്താണെന്നറിയോ? ഞാനാണെങ്കിൽ ഒരു ഭക്തയൊക്കെയാണ്, പക്ഷേ എനിക്ക് എന്നെ ചൂഷണം ചെയ്യുന്ന കാര്യങ്ങൾ എനിക്കിഷ്ടമല്ല. അപ്പം എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങൾ ഒരു അമ്പലത്തിൽ ഫുൾ പൂജ പറഞ്ഞിരുന്നു. അത് പൈസയൊക്കെ നേരത്തെ പേ ചെയ്തു. സാധാരണ നാട്ടിലുള്ളപ്പം ആൾക്കാർ കൊടുക്കുന്ന പൈസയെക്കാളും കൂടുതലാണ് എന്നോട് ചാർജ് ചെയ്തതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിവേ, എന്നാലും ഞാനൊന്നും പറഞ്ഞില്ല, പൈസയൊക്കെ പേ ചെയ്തു. പിന്നെ അതിനെന്താ ചെയ്യുന്നത് പറഞ്ഞാൽ, നമ്മളത് അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി ചെന്ന് പൂജയുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ചെന്നപ്പോൾ, പൂജയുടെ സാധനങ്ങളല്ല, വഴിപാടിൻ്റെ ഇത് മേടിക്കാൻ വേണ്ടി ചെന്നപ്പം അവിടെയുള്ള സ്റ്റാഫുകൾ നമ്മളോട് ബാർഗെയിൻ എന്ന് പറയാൻ പറ്റില്ല. അവർക്ക് നമ്മൾ എന്തെങ്കിലും ഒരു പൂജ ചെയ്തിട്ട് നമുക്ക് 1 രൂപയുടെ അല്ലെങ്കിൽ 50 പൈസയുടെ ഒരു കോയിൻ കൊടുത്താൽ അത് സ്വീകരിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. പക്ഷേ നമ്മളോട് അത് പറ്റില്ല, എനിക്ക് അവർക്ക് പൈസ കൊടുക്കണം, ഇവർക്ക് പൈസ കൊടുക്കണം, അപ്പുറത്തെ ആൾക്കാർക്ക് പൈസ കൊടുക്കണം, അങ്ങനത്തെ ഒരു ആൾക്കാർക്ക് പൈസ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് വിഷമമായി. അത് ഞാനാണ് കൊടുക്കത്തില്ലായിരുന്നു, പക്ഷേ എൻ്റെ അമ്മയാണ് കൊടുത്തു. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ബർത്ത്ഡേക്ക് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ ഞാൻ ചെയ്തില്ല. പൈസ കൊടുക്കണം, കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു. അത്രയ്ക്കും വളരെ മോശമായി എനിക്കത് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ ഞാൻ എൻ്റെ മോൻ്റെ ചോറൂണിനൊരു പ്രശസ്തമായ ഒരു അമ്പലത്തിൽ, ചോറൂണല്ല, തുലാഭാരത്തിന് പോയി. അവിടെ ചെന്നപ്പോഴും അവിടുത്തെ സ്റ്റാഫ് ഓരോന്നും എടുത്തു കൊടുക്കുന്നവർക്കൊരു പൈസ, അത് വഴിപാട് കൈ തരുന്നവർക്കൊരു പൈസ, അങ്ങനെയൊക്കെയുള്ള ഇത് കണ്ടു. അപ്പം സാധാരണ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ഓരോ ചാരിറ്റി പ്രവർത്തനങ്ങളും ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ പള്ളിയിലാണെങ്കിൽ പോലും പലപ്പോഴും പല പൈസ കൊടുക്കാത്തതുകൊണ്ട് പല കാര്യങ്ങളും അവർ പ്രോപ്പർലി ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ പറയുന്നു. പക്ഷേ എനിക്കതിനോട് തീരെ താല്പര്യമില്ല. അപ്പം പട്ടിണി കിടക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. അമ്പലത്തിൽ പോവുക അല്ലെങ്കിൽ പള്ളിയിൽ പോവുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഇപ്പം ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ ഉള്ള അമ്പലങ്ങളിലൊക്കെ നല്ല വരുമാനമുള്ള അമ്പലങ്ങളാണല്ലോ ദേവസ്വം ബോർഡിലേക്കൊക്കെ എടുക്കുന്നത്. അല്ലെങ്കിൽ അവർ ദേവസ്വം ബോർഡിൻ്റെ ഇതിലേക്ക് ആകത്തില്ല. ഒരു വരുമാനവും ഇല്ലാതെ, ഒരു നടവരുമാനവും ഇല്ലാത്ത അങ്ങനെയുള്ള അമ്പലങ്ങളിൽ നമ്മൾ എണ്ണ മേടിച്ച് കൊടുക്കുക, സാമ്പ്രാണി മേടിച്ച് കൊടുക്കുക, വിളക്ക് മേടിച്ച് കൊടുക്കുക, അതൊക്കെ ചെയ്യുന്നത് നല്ല കാര്യമാണ്. കാരണം അമ്പലത്തിൽ പൂജ നിന്നു പോവും, അങ്ങനെ അമ്പലം അടഞ്ഞു പോകും. അങ്ങനെ എന്തോരം ജീർണിച്ച് കിടക്കുന്ന കുറേ അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ പൈസ മോഹികളായ കുറേ സ്റ്റാഫ് ഉള്ളിടത്ത് അമ്പലത്തിലാണേലും പള്ളിയിലാണേലും കൊടുക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പം ഞാൻ പറയാൻ വന്നത് ഒരു ചാരിറ്റിനെ കുറിച്ചാണ്, മദേഴ്സ് ചാരിറ്റി. അത് നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ ഒക്കെ സെർച്ച് ചെയ്താൽ കിട്ടും, മദേഴ്സ് ചാരിറ്റി UK. അത് ഇവിടെ UK രജിസ്റ്റേർഡ് ആണ്.
അവർ ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മ്യൂസിക് പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം 2 കുടുംബങ്ങളെയൊക്കെ സഹായിക്കാൻ ഉപയോഗിക്കും. പിന്നെ നമുക്കൊരു പാലിയേറ്റീവിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്. ക്യാൻസർ പേഷ്യൻസിന് മാത്രം ട്രീറ്റ് ചെയ്യുന്നൊരു ഗ്രൂപ്പാണത്. ട്രീറ്റ്മെൻറ്റിനുള്ള പൈസ കൊടുക്കുന്നൊരു ഗ്രൂപ്പാണ്. അപ്പോൾ അവർ കറക്റ്റായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സും ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ്സും മെഡിക്കൽ റിപ്പോർട്ട്സൊക്കെ കൊണ്ടു പോയിട്ട് നമ്മൾ അത് അനലൈസ് ചെയ്തിട്ടാണ് പൈസ കൊടുക്കുന്നത്. അതുപോലെ അതിനൊക്കെ ട്രസ്റ്റികളും മെമ്പേഴ്സും ഫൈനാൻസൊക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരും എല്ലാം ഉണ്ട്. എല്ലാം മേക്ക് ഷുവർ ചെയ്തിട്ടാണ് നമ്മൾ പൈസ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്തുള്ള വേറൊരു പേജാണ് ഷെയർ ദ ജോയ് എന്നുള്ളത്. അതാണ് ഇതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഷെയർ ദ ജോയ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻസ്, ബർത്ത്ഡേ അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി അല്ലെങ്കിൽ ഹൗസ് വാമിങ്, അങ്ങനെ എന്തെങ്കിലും നമുക്ക് സന്തോഷമുണ്ടാകുന്ന ഒരു കാര്യം നമ്മൾക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് സംഭവിക്കുമ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് 1 പൗണ്ട് നമുക്ക് ഈ ചാരിറ്റിയിലേക്ക് കൊടുക്കാം. ഈ ഷെയർ ദ ജോയ് എന്നുള്ള വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് കൊടുക്കാം. അപ്പം മദേഴ്സ് ചാരിറ്റിയുടെ ഫേസ്ബുക്ക് പേജ് നിങ്ങൾക്ക് പോയി നോക്കാവുന്നതാണ്. ഞാൻ ലിങ്ക് പറ്റുവാണെങ്കിൽ കൊടുക്കാം. ഓക്കെ. അപ്പം അവർ 1 പൗണ്ട് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇപ്പം നാട്ടിലത്തെ 100 രൂപ, ഇപ്പം കുറച്ച് പൈസ കൂടുതലുണ്ടെങ്കിൽ 100 രൂപയാണെങ്കിലും കൊടുത്താൽ അവർ നാട്ടിൽ നിന്ന് നമുക്കിത് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇതിനും നമ്മളോട് 1 പൗണ്ട് ആണ് അവർ ചോദിക്കുന്നത്. 1 പൗണ്ട് വളരെ ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റും. പക്ഷേ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം കേട്ടോ. ഞാൻ എത്ര കൊടുത്തു എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി എത്രാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ആയിരുന്നു, അതും എൻ്റെ മോൻ എത്ര വയസ്സായോ അതും, പിന്നെ എൻ്റെ 40 വയസ്സിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ടുള്ള അങ്ങനെ ഒരു ഇതും. അല്ലാതെ എല്ലാ പ്രാവശ്യം നമുക്ക് ഇപ്പോൾ അത്രയൊക്കെ പൈസ കൊടുക്കാനില്ലായിരിക്കും. അപ്പോൾ നമ്മൾ 1 പൗണ്ട് കൊടുത്താൽ മതി, ഒരു കുഴപ്പമില്ല. നമുക്ക് ഇഷ്ടമുള്ള പൈസ നമ്മൾ കൊടുത്താൽ മതി. അവർ ഒരു ഫോഴ്സും ചെയ്യത്തില്ല. പക്ഷെ അതുകൊണ്ട് ചെയ്യുന്നത് എന്താണെന്ന് പറയാം, നാട്ടിലെ ഏറ്റവും പാവപ്പെട്ട ഒരു വീട്ടുകാർക്ക് അരിയും പച്ചക്കറികളും അത്യാവശ്യം സ്പൈസസിൻ്റെ കിറ്റ്സും ഈ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളും കൊടുക്കുവാണ്. ഇപ്പോൾ ഈ കൊറോണയുടെ സിറ്റുവേഷൻ ആയതുകൊണ്ട് അതൊന്നും മേടിച്ച് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു പൈസ നമ്മൾ അവർക്ക് കയ്യിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പദ്ധതിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഇതിൻ്റെ താഴെ കൊടുക്കാം. അപ്പോൾ അവരെ കോൺടാക്റ്റ് ചെയ്യുക. ഇത് വളരെ വർഷങ്ങളായി നടക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ന്യൂസ് പേപ്പറിലൊക്കെ വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഒത്തിരി അമ്മമാരും അവരുടെ ഹസ്ബൻഡും എല്ലാവരും പ്രവർത്തിക്കുന്നതാണ്. നമ്മുടെ ലോകം മൊത്തമുള്ള മലയാളികൾ ഇതിനടുത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ചിലവർ എല്ലാ മാസവും ഡയറക്റ്റായിട്ട് ഡെബിറ്റായിട്ട് പൈസ ഇടുന്നവരും ഉണ്ട്. അപ്പം നമ്മൾ അനാവശ്യമായി പൈസ ചിലവാക്കുന്നതിന് പകരം, അതായത് ആവശ്യമുള്ള സ്ഥലത്ത് നമ്മൾ പൈസ ഉപയോഗിക്കുക. നമ്മൾ പല ആൾക്കാർക്കും പല ബന്ധുക്കൾക്കും സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുത്തിട്ട് നമ്മൾ അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോഴേ നമ്മൾ മേടിച്ച് കൊടുത്ത സാധനങ്ങൾക്കും നമ്മൾ കൊടുത്തത് കുറഞ്ഞു പോയെന്ന് പറയുന്ന കുറ്റപ്പെടുത്തുന്ന ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ ഏതെങ്കിലും പാവപ്പെട്ടവരുടെ വീട്ടിൽ ഒരു നേരം അടുപ്പ് പുകഞ്ഞ് തീ കത്തിച്ച് അവരൊരു ഭക്ഷണം കഴിച്ചെങ്കിൽ അതുതന്നെയാണ് ഏറ്റവും നല്ല കാര്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം എൻ്റെ കയ്യിൽ ഒത്തിരി പൈസയൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. ഞങ്ങൾ കടങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ എന്നാലും നമുക്കൊരു ആത്മസംതൃപ്തി കിട്ടുന്നു. നമുക്ക് 1 പൗണ്ട് കൊടുത്താൽ മതി, ഒരു കുഴപ്പമില്ല. നമ്മളെക്കൊണ്ട് പറ്റുന്ന ഒരു സഹായം നമ്മൾ ചെയ്യുക. അപ്പം നിങ്ങളും അതുപോലെ തന്നെ കേൾക്കുന്നവർക്ക് 1 പൗണ്ട് അല്ലെങ്കിൽ 100 രൂപ കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അതിൽ ഏറ്റവും നല്ല കാര്യം. അപ്പം എല്ലാവർക്കും ഈ മെസ്സേജ് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നോട്ടിഫിക്കേഷൻ ബെല്ലടിക്കുക. ഓക്കെ. താങ്ക് യു. ബൈ ബൈ. ടേക്ക് കെയർ.